ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭാലങ്കാരം ഇങ്ങനെ. കാളിയൻ പാമ്പിനെ ചന്ദനം കൊണ്ട് ചാർത്തി അതിൻ്റെ പത്തിയിൽ കയറി നിൽക്കുകയാണ്. സർവാഭരണഭൂഷിതനായി വലതുകൈയിൽ പൊന്നോടക്കുഴൽ മാറോടടക്കി പിടിച്ചും ഇടതുകൈയിൽ പാമ്പിൻ്റെ വാൽത്തുമ്പ് പിടിച്ചും ശ്രീലകത്ത് നിന്ന് ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഭക്തർക്ക് ദർശനം നൽകിയത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭാലങ്കാരം വർണ്ണിക്കുന്നത് കീഴ്ശാന്തി ശ്രീ തിരുവല്ലൂർ ശ്രീകുമാരൻ നമ്പൂതിരി. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണനെ ചാർത്തിരിക്കണത്. കാളിയം പാമ്പിനെ കളപ്പം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ കാളിയം പാമ്പിനെ നമ്മൾ കയറി നിൽക്കുന്നത് കാളിമർദ്ദനായിട്ടാണ് നിൽക്കുന്നത് ഉണ്ണിക്കണ്ണനായിട്ടാണ്. രണ്ട് കാലം കാളിയം പാമ്പിൻ്റെ പത്തിയിൽ അമർത്തിച്ചോട്ടെ. കാളിയം പാമ്പിൻ്റെ പത്തിയൊക്കെ താന്നുണ്ട്. കാളിയം പാമ്പിൻ്റെ മുകളിൽ നൃത്തം ചെയ്ത ഉണ്ണിക്കണ്ണൻ അതിൻ്റെ മുകളിൽ കാളിയം പാമ്പിൻ്റെ മുകളിൽ വെറുതെ നിൽക്കുകയാണ് ഇപ്പം. അങ്ങനെ കാളിയം പാമ്പ് തലയൊക്കെ താത്തി അതിൻ്റെ മുകളിൽ പൊന്നുണ്ണിക്കണ്ണൻ കയറി നിൽക്കുകയാണ്. ആ രണ്ട് കാലുമ്പിൽ അതാ പൊന്തളകൾ കാണാനുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണം. ഒരു മിടുമിടുക്ക കുഞ്ഞി കുമ്പിയൊക്കെ ഉണ്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, പിന്നെ ഒരു കാശുമാല, പിന്നെ പതക്കം, അതിൻ്റെ മുകളിൽ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, കുറേ മാലകളൊക്കെ അണിയിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സുന്ദരക്കുട്ടൻ ആണ് ശ്രീലകത്ത് നിന്ന്. നല്ല കൗതുകമുണ്ട്. കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു ഓടക്കോയിൽ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ കാളിയം പാമ്പിൻ്റെ വാലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. കാളിയം പാമ്പിൻ്റെ ഗർഭമൊക്കെ ശമിപ്പിച്ച് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കണവർ ഉണ്ണിക്കണ്ണൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ഭക്തന്മാരെ കണ്ടാൽ സന്തോഷിക്കുകയാണ് കണ്ണൻ. അത്ര രസമാണ് കണ്ണൻ ഭക്തന്മാരെ കണ്ടാൽ. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ 3 തിരുമുടിമാല, തെച്ചിയ തുളസി, വെളുത്തപ്പൂവായിട്ടൊന്ന്, പിന്നെ വെളുത്തപ്പൂ തെച്ചിയായിട്ടൊന്ന്, പിന്നെ വെളുത്തപ്പൂ മാത്രമായിട്ടൊന്ന്, അങ്ങനെ 2-3 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ളവരുണ്ട് മാല. ഒരേപോലെ തെച്ചിയ തുളസി വെളുത്തപ്പൂക്കിൻ്റെ തുല്യമായിട്ട് അങ്ങനെയായിട്ട് അങ്ങനെ കാണാം. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഇതിങ്ങനെ ഇടുങ്ങിയായിട്ട് നല്ല ഭംഗിയുള്ളൊരു മാല. അങ്ങനെ 3 തിരുമുടിമാലയും ഒരു കണ്ണൻ പ്രിയപ്പെട്ട ഒരു മാലയും ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ, താമര, തുളസി, വെളുത്തപ്പൂവായിട്ടൊരു ഉണ്ടമാല, അതുപോലെ തെച്ചിയും തുളസിയായിട്ട് ഒരു ഉണ്ടമാല, പിന്നെ താമര മാത്രമായിട്ടൊരു ഉണ്ടമാല, പിന്നെ കണ്ണൻ പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് 2-3 ഉണ്ടമാല, 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ കാളിയം പാമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. നല്ല കൗതുകം, നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല സന്തോഷവും കണ്ടാൽ അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം മനസ്സിൽ വിചാരിച്ച് സന്തോഷിക്കട്ടെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 91 ശ്ലോകം 5 മലയാള വിവർത്തനം. മോക്ഷാർത്ഥം ഭക്തിമാർഗേ ബഹുമതി അധികം ചേർത്തു നിൻ ജന്മജാലം ലീലാനാമാതി സർവം പലവുരു നിതരാം പാടിയൻ ചിത്തലിഞ്ഞും രോദിച്ചുച്ചം ചിരിച്ചും പല സമയമഹോ ഗർജനം ചെയ്തുമീ ഞാൻ ഉന്മാതാൽ പാടിയാടും ജനതയോടങ്ങീശ പാലിക്ക എന്നെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് പൊന്നുണ്ണി കാണാൻ കാളിയം പാമ്പിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. കാളിയം പാമ്പിൻ്റെ മുകളിൽ നൃത്തമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കണത്. അങ്ങനെ ആ ഗർവ്വം ശമിപ്പിച്ചവർ നമ്മുടെ മനസ്സിലെ ഗർവ്വം ചിത്തചിന്തകളൊക്കെ കളഞ്ഞ് ഉണ്ണിക്കണ്ണ ഞങ്ങളുടെ മനസ്സിനും വിളയാടണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കാളിയം പാമ്പിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കണം. ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം 2 മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ. നാരായണ 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 ഹരേ ഹരേ.